എല്ലാവർക്കും നമസ്കാരം. ഫ്രണ്ട്സുകളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ശുപാർശ ചെയ്തിരിക്കുന്ന രീതി. അടുത്തിരിക്കുക എല്ലാവരും ന്യൂസ് കണ്ടായിരുന്നു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ചില നയങ്ങളെ പറ്റി നമുക്ക് വ്യത്യസ്തമാണ്. കാരണം SRTക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുൻകാല ചോദ്യമാണ്, നമുക്കെല്ലാം അറിയാം. അത് ഇതൊക്കെയാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ, UGC കമ്മീഷൻ 1948 വന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ മുൻകാല ചോദ്യമാണ്. പിന്നെ മുതലിയാർ കമ്മീഷൻ 52 വന്ന് ത്രിഭാഷ പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്മീഷൻ. പിന്നെ നമ്മുടെ കോത്താരി കമ്മീഷൻ, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ 10+2+3 സ്കീം നമ്മളൊക്കെ ഫോളോ ചെയ്ത കമ്മീഷൻ. ഇപ്പോൾ പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കേന്ദ്ര മന്ത്രിസഭ കഴിഞ്ഞിടയ്ക്ക് പാസ്സാക്കി. അത് നല്ല കാര്യമാണ് പറയുന്നത്. അതിനകത്ത് പറയുന്നത് 5ാം ക്ലാസ് വരെയുള്ള മാതൃഭാഷ ആയിരിക്കണം. അതുപോലെ തന്നെ വളരെ ചെറിയ ക്ലാസ് എനിക്ക് 1ാം ക്ലാസ് വരെ കണ്ട് മാക്സും ഭാഷാ പഠനം മാത്രമേ പാടുള്ളൂ. മറ്റ് അധികമായിട്ടുള്ള പിന്നെ പഠനങ്ങളൊന്നും കുട്ടികളിലേക്ക് എത്തിക്കണ്ട. പിന്നെ വളരുന്തോറും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സബ്ജക്ട്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ചോയ്സ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന രീതിയിലാണ് ഭാഷാ പഠനം. ഏകദേശം 12 ഗ്രേഡുകളും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു രീതിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഏത് രീതിയാണ്? നിങ്ങളുടെ മനസ്സിൽ ഒരു ഉത്തരവുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഉത്തരവാണോ എന്ന് നോക്കാം. ഒരു ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ D ആണ്. 5+3+3+4 കമ്മീഷനാണ്. അപ്പോൾ അത്രയും കാറ്റഗറീസ് നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലായിരുന്നു ഫസ്റ്റ് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അങ്ങനല്ല, 5ാം ക്ലാസ്സിലായിരിക്കും കിട്ടാൻ പോകുന്നത്. 4 5 3 3 അങ്ങനെ സ്പ്ലിറ്റായി പോയിട്ടുണ്ട്. നമുക്ക് ഓരോ ഡിവിഷൻ്റെ സമയത്ത് നമുക്ക് ഓരോ ചിന്തകൾ, ഓരോ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കണം. ഒരു കണക്കിന് അതാണ് നല്ലത്. ഒരു കുട്ടിയുടെ അഭിരുചി കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് അദ്ദേഹത്തിന് എളുപ്പമായിട്ട് ട്രാക്ക് ചെയ്ത് അദ്ദേഹത്തിന് ജഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അത് ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് സേവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് അദ്ദേഹത്തിന് മുന്നിൽ ചോദിച്ചിട്ടാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു സെലക്ട് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുകയാണ്. അതിപ്പോഴും അങ്ങനെയാണ്. ആ ഒരു സിസ്റ്റത്തിൻ്റെ പോരായ്മകളെല്ലാം ഈ ഒരു കമ്മീഷൻ്റെ ഈ ഒരു പുതിയ സിസ്റ്റം വീണ്ടെടുക്കും അല്ലെങ്കിൽ പരിഹരിക്കുമെന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാം. എനിവേ, അപ്പോൾ ഈ കമ്മീഷൻ ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത്, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് ഇരുന്നത്? അതെ, ഡോക്ടർ കസ്തൂരിരംഗനാണ്. മുൻ ISRO ചെയർമാനായ കസ്തൂരിരംഗനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങളൊക്കെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലോട്ട് വരുന്നത്. ഇനി പുതിയ വിദ്യാഭ്യാസ നയം ഒക്കെ പ്രഖ്യാപിക്കുന്നതൊക്കെ ഏത് മന്ത്രിസഭയാണ്? അതെ, അദ്ദേഹത്തെ ആ മന്ത്രിയുടെ പേര് ഞാൻ പറയാം. രമേശ് പൊക്രിയാൽ. ഏത് മന്ത്രിയാണ് രമേശ് പൊക്രിയാൽ? അതെ, മാനവ വിഭവശേഷി മന്ത്രി. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി ആയിട്ടിരിക്കുന്ന ആ മന്ത്രിസഭ അല്ലെങ്കിൽ ആ ഒരു മന്ത്രാലയത്തിന്റെ പുതിയ പേരെന്താണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാണ്. അപ്പോൾ ആ എൻറ്റയർ മിനിസ്ട്രിയുടെ പേര് തന്നെ മാറ്റിയല്ലേ, ഒരു എഡ്യൂക്കേഷൻ മിനിസ്ട്രി എന്നാക്കി. അപ്പം അങ്ങനെ കുറേ മാറ്റങ്ങൾ ഈ കഴിഞ്ഞിടയ്ക്ക് സംഭവിച്ചു. ഓർക്കുക, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം ശുപാർശ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ 5+3+3+4 ആണ്. 10+2+3 ആയിരുന്നു നേരത്തെ. ഇത് പോയി ഇപ്പോൾ ആരാണ്? 5+3+3+4 ആണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനമൊക്കെ നമുക്ക് കുട്ടികൾക്ക് ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. അത് ഇംപ്ലിമെൻ്റ് ആയില്ല, അടുത്ത മേബി വിത്തിൻ ഫ്യൂ ഇയേഴ്സ് അത് ഇംപ്ലിമെൻ്റ് ആവും. ഓർത്തിരിക്കുക, കസ്തൂരിരംഗനാണ് ചെയർമാനായിട്ട് ഈ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പേര് മാറ്റി എന്താണാക്കിയത്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എന്നാക്കി. ഓക്കെ, അപ്പോൾ ആരാണ് മന്ത്രി? രമേശ് പൊക്രിയാൽ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദിച്ചാൽ എന്താണ്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്ന് ചോദിച്ചാൽ ആരെഴുതണം? രമേശ് പൊക്രിയാൽ എഴുതണം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. റാഫേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റാഫേൽ നമ്മൾ കുറെ ന്യൂസുകളൊക്കെ കണ്ടു. 5 വിമാനങ്ങൾ അതിസുന്ദരമായ രീതിയിൽ പറന്നിറങ്ങുന്നൊക്കെ കണ്ടു. അതിനകത്ത് ഒരു മലയാളികളുണ്ട് അല്ലേ, വിവേക് എന്ന് പറഞ്ഞ ഒരു മലയാളികളുണ്ട്. അപ്പോൾ
എവിടെ നിന്നാണ് വാങ്ങിച്ചത് എല്ലാവർക്കും അറിയാം, ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്ന് പറന്നു വന്ന വിമാനങ്ങൾ ഹരിയാനയിലെ അംബാല വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന നമ്മൾ കണ്ടു, വീഡിയോസൊക്കെ കണ്ടു, എല്ലാവരും ഷെയർ ചെയ്തു, സ്റ്റാറ്റസ് ആക്കി. അപ്പോൾ റാഫേൽ എന്ന വാക്കിന്റെ അർത്ഥം പറയണം. ഏതായിരിക്കും? ശക്തി, കാറ്റ്, മിന്നൽ, കാറ്റിന്റെ പ്രവാഹം. ഏതായിരിക്കും? ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, കാറ്റിന്റെ പ്രവാഹമാണ്. കാറ്റിന്റെ പ്രവാഹം. അപ്പോൾ ഓർക്കുക, കാറ്റിന്റെ പ്രവാഹമാണ്. അപ്പോൾ റാഫേൽ എന്ന വിമാനം നിർമ്മിച്ച കമ്പനി ഏതാണ്? ഡെസാൾട്ട് ഏവിയേഷൻ ആണ്. ഏതാണ്? ഡെസാൾട്ട് ഏവിയേഷൻ ആണ്. ഒരു ഫ്രഞ്ച് കമ്പനിയാണ്. ഓർക്കുക, ഫ്രാൻസ് ആണ് രാജ്യം. 5 എണ്ണം ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിന്റെ വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു, ഒന്ന് പരിശോധിക്കാം. ഓക്കെ. ഇനി ഖേലോ ഇന്ത്യ ഗെയിംസ്. ഖേലോ ഇന്ത്യ വൻ പരാജയമായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് എടുത്ത റിയോ ഒളിമ്പിക്സിൽ നമ്മുടെ പ്രകടനം. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഖേലോ ഇന്ത്യ എന്നൊരു മാധ്യമം തുടങ്ങിയിരുന്നു. അത് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ സ്പോർട്സ് മേഖലയിലേക്ക് കൊറോണ വന്നതോടുകൂടി വളരെ ഡള്ളായിട്ട് നിൽക്കുകയാണ്. സ്റ്റിൽ എന്നാലും ഒരു പ്രതീക്ഷയുണ്ട്. 2021 അടുത്ത ഖേലോ ഇന്ത്യ നടത്താം എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത് ഖേലോ ഇന്ത്യ? ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്? ചെന്നൈ ആണോ, ഇംഫാലാണോ, ഹരിയാന ആണോ, വിശാഖപട്ടണമാണോ? ഹരിയാനയാണ്. ഹരിയാന വെച്ച് 2021 ഖേലോ ഇന്ത്യ നടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്, അല്ലെങ്കിൽ എഴുതിയതാരാണ്? സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. കപിൽ ദേവ് ആണോ, മഗ്രാത്ത് ആണോ, സ്റ്റീവ് വോഗ് ആണോ, ബ്രെറ്റ് ലീ ആണോ? സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഇദ്ദേഹം ഇന്ത്യയിൽ ചെറിയൊരു ഫൗണ്ടേഷൻ പോലെ നടത്തുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് നമ്മളിപ്പോൾ എന്താ എല്ലാവർക്കും അറിയാലോ, ഒരു റിലീജിയൻ പോലാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ്. എല്ലാവരും വളരെ സപ്പോർട്ടുള്ള ഒരു കായിക വിനോദമാണ്. അപ്പോൾ മറ്റ് ക്രിക്കറ്റേഴ്സിനും വളരെ താല്പര്യമാണ് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ക്രിക്കറ്റർ ഇന്ത്യയിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ക്രിക്കറ്റിന് പരിപോഷിക്കുന്ന ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു സംഘടന പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇതിന് ഫണ്ടിങ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇവിടെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകരിച്ചു കൊണ്ടിരുന്നുണ്ട്. അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്ന മറ്റൊരു രാജ്യത്തെ ഒരു ക്രിക്കറ്ററാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഓസ്ട്രേലിയക്കാരനാണ്. ഇവിടെ 3 ഓസ്ട്രേലിയക്കാരുണ്ട്. ബ്രെറ്റ് ലീ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ, പക്ഷെ അദ്ദേഹമല്ല. മഗ്രാത്ത് ഒരു റിട്ടയർഡ് ഓസ്ട്രേലിയൻ പ്ലെയറാണ്. സ്റ്റീവ് വോഗ് എന്ന് നമ്മൾ പറയും. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെയധികം ഇന്ത്യയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ബുക്കാണ് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ബേസിക്കലി അതിനകത്തുള്ള പ്രമേയം ഇതാണ്: ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് വേണ്ടി അവരൊരു ക്രിക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അദ്ദേഹം. അതിനുള്ള മെയിൻ ഫണ്ടിങ് ആണ്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് പ്രതിപാദിക്കുന്നത്. ഓർക്കുക, സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാരെങ്കിലും ആയിരിക്കും തരും, പക്ഷെ അല്ല, സ്റ്റീവ് വോഗ് ആണ്. ഓക്കെ. അടുത്ത 2020 നാട്ടുമാവ് പൈതൃക പ്രദേശമായി. എന്താണ് നാട്ടുമാവ് പൈതൃക പ്രദേശമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അവിടെ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത്, ആ ഒരു പ്രദേശത്ത് 100-ലധികം വെറൈറ്റീസ് ഓഫ് മാങ്ങാസ് ഉണ്ട്. അതെന്താ വെച്ചാൽ, ആ ഒരു സ്ഥലത്ത് പല വീടുകളായിരിക്കും ചിലപ്പോൾ മാങ്ങ, പക്ഷെ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് അവർ പരിപാലിച്ചു പോരുന്നത് 100-ലധികം. ലോകത്തിൽ തന്നെ 100-ലധികം വെറൈറ്റീസ് മാങ്ങകൾ കാണപ്പെടുന്ന ഒരേ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അതേതാണ്? ബാലരാമപുരമാണോ, ഇലഞ്ഞിയാണോ, കണ്ണപുരമാണോ, അതോ കൂരുമലയാണോ? ഏതാണ്? ഗസ് ചെയ്ത് നോക്കിയേ. നമുക്ക് ഇങ്ങനൊരു ചോദ്യം വന്നാൽ നമുക്ക് ഗസ് ചെയ്ത് നിന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. ഉത്തരം കണ്ണപുരമാണ്. ഇത് കണ്ണൂരുള്ളൊരു സ്ഥലമാണ്. കണ്ണപുരം. അപ്പോൾ കണ്ണപുരത്ത് നാട്ടുമാവ് പൈതൃക പ്രദേശമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിൽ തന്നെ 100 വിധത്തിലുള്ള മാങ്ങകൾ കാണപ്പെടുന്ന ഒരേ ഒരു സ്ഥലമാണ്, ഒരു സ്ഥലത്ത് തന്നെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് കണ്ണപുരം. അതുകൊണ്ടാണ് പൈതൃക പ്രദേശം, അല്ലെ, ഹെറിറ്റേജ് സൈറ്റായിട്ട് അല്ലെ ആ ഒരു പരിഗണന കൊടുക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. കേരളത്തിൽ പുതിയൊരു ടൂറിസം പദ്ധതി, പുതിയൊരു ടൂറിസം സൈറ്റ് സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേരള സർക്കാർ. അതിനു മുമ്പ് കേരള ടൂറിസം മന്ത്രി ആരെന്ന് പറയണം. അതെ, കടകംപള്ളി സുരേന്ദ്രനാണ്, അല്ലേ? കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ ഈ ടൂറിസം സൈറ്റ് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയുടെ ചിലപ്പോൾ വരുന്ന വർഷങ്ങളിൽ അത് ഒരു മെയിൻ ഹൈ റേഞ്ച് സെന്ററായിട്ട് തന്നെ മാറും. എറണാകുളം ജില്ലയിൽ ഇലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂരുമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കൂരുമല, കോടമഞ്ഞൊക്കെ എപ്പോഴും രാവിലെ വൈകുന്നേരമൊക്കെ വരുന്നൊരു സ്ഥലമാണ്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ് കൂരുമല. അപ്പോൾ കൂരുമല
പുതിയ ടൂറിസം പദ്ധതിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ടൂറിസം പ്രോജക്റ്റായിട്ട്, ടൂറിസം സെൻ്ററായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ കൂരുമല ടൂറിസം പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ എന്തെഴുതും? എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇലഞ്ഞി പിറവം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തുള്ളതാണ് ഈ സ്ഥലം. അപ്പോൾ ഇലഞ്ഞിയുടെ കൂരുമലയിലാണ് പുതിയ ടൂറിസം പദ്ധതി വരുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ടീസ് ചെയ്യണം. 2020 ആൻഡ്രോയിഡ് ഫോണുകളെ ബാധിച്ച മാൽവെയർ, ഒരു ട്രോജൻ കാറ്റഗറിപ്പെട്ട ഒരു മാൽവെയർ ആയിരുന്നു. ബ്ലാക്ക് റോക്ക് എന്നാണ് അതിൻ്റെ പേര്, ബ്ലാക്ക് റോക്ക്. അപ്പോൾ സൈബർ അറ്റാക്കുകൾ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ഏജൻസി ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഏജൻസി. അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? PSC ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. അതെ, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നാണ് അതിൻ്റെ ഉത്തരം. ടീം ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ അതിനെ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് സെർട്ട് ഇൻ എന്ന് പറയാറുണ്ട്. സെർട്ടിൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സെർട്ട് ഓർക്കുക, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന ടീം ഓഫ് ഇന്ത്യ, അതാണ് സെർട്ടിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി ഏജൻസി ഏതാണ്? സെർട്ടിൻ. സെർട്ടിൻ്റെ പുതിയൊരു കുറിപ്പിൽ അവർ പറഞ്ഞു, ബ്ലാക്ക് റോക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ ഏകദേശം 300 ആപ്ലിക്കേഷൻസിൽ അത് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഇല്ലീഗലി അവർ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ജൂലൈയിലാണ് ഇത് അറ്റാക്ക് ചെയ്തത്. ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ ഒരു വൈറസ് എന്ന് പറയാം. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ ബാധിച്ച മാൽവെയർ ആണ് ബ്ലാക്ക് റോക്ക്. ഇനി കാലാവസ്ഥ പ്രവചനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ, പുതിയൊരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മൗസം എന്നാണ്. മൗസം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇന്ത്യ അത്യാവശ്യം അറിയാവുന്നവർക്ക് മനസ്സിലാവും. കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. ഓർത്തിരിക്കുക, മൗസം ക്യാപിറ്റൽ ആണ് പേര്, പ്ലേ സ്റ്റോറിലുണ്ട്. അപ്പോൾ ഓർക്കുക, മൗസം ആപ്ലിക്കേഷൻ. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇന്ത്യയിലെ ആദ്യ നമ്പർലെസ് പേയ്മെന്റ് കാർഡ്. പേയ്മെന്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു നമ്പർ കാണും അല്ലേ? ഇത് അങ്ങനല്ല. ഇത് ടീനേജേഴ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡെബിറ്റ് കാർഡാണ് ഇത്. ആക്ച്വലി ഫാം പേ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ സ്റ്റോറിൽ ചെന്നാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ പേരൻസിന് ഈ പർട്ടിക്കുലർ കാർഡിലോട്ട് അവർക്ക് പണം അയച്ചു കൊടുക്കാൻ പറ്റും. ഇതിന് നമ്പറില്ല, നമ്പറൽ സിസ്റ്റം ഉള്ള കാർഡല്ല. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ വളരെ സ്ട്രോങ് ആണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക, ഇന്ത്യയുടെ ആദ്യ നമ്പർലെസ് പേയ്മെന്റ് കാർഡ് ഏതാണ്? ഫാം കാർഡാണ്. ഓർക്കുക, ഫാം കാർഡ്. അപ്പോൾ ഓർക്കുക, ടീനേജേഴ്സിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ പെട്ടെന്നുള്ള പേയ്മെന്റ്, ഷോപ്പിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയാണ് ഈ കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദേശീയ മാമ്പഴ ദിനം എന്നാണ്? ദേശീയ മാമ്പഴ ദിനം ജൂലൈ 22 ജൂലൈ 29 എന്തായിരുന്നു? അന്താരാഷ്ട്ര കടുവാ ദിനമായിരുന്നു. ലോകത്തിലെ തന്നെ മികച്ച വൈദ്യുതി ബോട്ടിനുള്ള സമ്മാനം നമ്മുടെ ഇന്ത്യയിലെ ഒരു ബോട്ടിനാണ് കിട്ടിയിരിക്കുന്നത്. ആ ബോട്ടിന്റെ പേര് പറയണം. അവർ പുരസ്കാരം കിട്ടിയിരുന്നു, മികച്ച വൈദ്യുതി ബോട്ടിനാണ്. അതെ, ആദിത്യ എന്ന് കേൾക്കുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെയാന്നുള്ള മുൻകാല ചോദ്യമാണ് ഓർമ്മ വരുന്നത് അല്ലേ? വൈക്കം ടു തവണക്കടവാണ്. അപ്പോൾ ഓർക്കുക, ആദിത്യ സോളാർ ബോട്ടാണ്. വൈക്കത്ത് കടവിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. യാത്ര ചെയ്യുന്ന നല്ല ഒരു അന്താരാഷ്ട്ര പുരസ്കാരം കിട്ടി. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച വൈദ്യുതി ബോട്ട് എന്നുള്ളൊരു അന്താരാഷ്ട്ര പുരസ്കാരം ആദിത്യ ബോട്ടിന് കിട്ടിയിട്ടുണ്ട്. അവർക്ക് ആദിത്യ വൈക്കം തവണക്കടവ്, അതിൻ്റെ ഇടയ്ക്കാണ് ഇത് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് SI പരേഡ് ഓൺലൈൻ വഴി നടത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് SI പരേഡ് ഓൺലൈൻ വഴി നടത്തിയ സംസ്ഥാനം കേരളമാണ്. പിന്നെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റി വടകര, കോഴിക്കോടുള്ള വടകര. പിന്നെ അതുപോലെ മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മലിനീകരണപ്പെട്ട രാജ്യം, പൊല്യൂട്ടഡ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് 1ാം സ്ഥാനം ബംഗ്ലാദേശിന്, 2ാം സ്ഥാനം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഇത് ചിക്കാഗോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നൽകിയിരിക്കുന്നത്. ഇത് പല പഠനങ്ങൾ നടത്തും. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന വിശകലനമൊക്കെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതൊരു ചിക്കാഗോ ബേസ് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടത്തിയിരുന്നത്. അവരുടെ റിപ്പോർട്ട്സ് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണപ്പെട്ട രാജ്യം എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ് 1ാം സ്ഥാനത്ത്, 2ാമത്
ഇന്ത്യയാണ്. രണ്ടാമത് ഇന്ത്യയാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഏകദേശം നമുക്ക് നിർത്താം. ഒത്തിരി കറണ്ട് അഫയേഴ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷേ PSCയുടെ കണ്ണിലോട്ട് നോക്കുക. PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് എടുത്ത് തന്നെ പഠിക്കുക. അങ്ങനെ പഠിക്കുക, ബുദ്ധിപൂർവ്വം പഠിക്കുക. PSCക്ക് ഒരു രീതിയിലാണ് പഠിക്കേണ്ടത്. അതുപോലെയല്ല ബാങ്കിൻ്റെ കറണ്ട് അഫയേഴ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. LDCക്ക് 3-4 ചോദ്യങ്ങൾ വരാം. പിന്നെ ചരിത്രപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കറണ്ട് അഫയേഴ്സായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഊർജിതമായിട്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാ ഇനി പരീക്ഷ പഠിക്കണമെങ്കിൽ പഠിക്കണം. കാരണം ഇപ്പോൾ പഠിക്കുന്നവരെ ജോലിക്ക് കയറത്തുള്ളൂ. കാരണം എന്നാണ് ഒരു ദിവസം എക്സാം വരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മൾ മുൻപന്തിയിൽ നിന്ന് നിൽക്കണം. ഇപ്പോൾ പഠിച്ച് തുടങ്ങിയ കൂട്ടുകാരുണ്ട്. അവർക്ക് നമ്മളെ അനായാസം മറികടക്കാൻ പറ്റും. കാരണം ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ഉത്സാഹമുണ്ടല്ലോ, അതെ, ആ ഉത്സാഹത്തോടെ പഠിക്കാൻ തുടങ്ങിയ കൂട്ടുകാരുണ്ട്. അവർ ചിലപ്പോൾ നമ്മളെ മറികടന്ന് പോകാം. അപ്പോൾ ഒരു തരത്തിലും താഴോട്ട് പോകാതിരിക്കുക. പഠിക്കുന്നവർ ഉത്സാഹത്തോടെ പഠിക്കുക. ഉയർത്ത് പഠിക്കുന്നവർ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. അപ്പോൾ SCRT പഠനം, മുൻകാല ചോദ്യ പേപ്പർ, നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ട് ഓൺലൈൻ ടെസ്റ്റുകളൊക്കെ എഴുതുക. ക്ലാസ്സസ് മിസ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അടുത്ത സെഷനിൽ കാണാതെ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.